കുറേയധികം ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. അതിനായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ. ഒരുപാട് ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ള ഒരു കിഴങ്ങ് വർഗ്ഗമല്ലേ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു ബാറ്ററി ചെയ്തെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്ററി ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ജീര സീഡും കൂടി ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ സ്വീറ്റ് പൊട്ടറ്റോ 4 എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ തോലൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിക്കൊന്ന് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് 2 to 3 വിസിൽ അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിക്ക് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിൽ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നല്ല രീതിക്കൊന്ന് സ്മാഷ് ചെയ്യണം കേട്ടോ. ചൂടോടുകൂടി തന്നെ സ്മാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2 to 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. ഒരു സവാള കട്ട് ചെയ്തത്, ഒരു പച്ചമുളക്, 1-2 പച്ചമുളക് ചേർക്കാം കേട്ടോ, നമ്മുടെ എരിവിനനുസരിച്ച്. അതിനുശേഷം ഇഞ്ചി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത്, വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത്, ആവശ്യത്തിനുള്ള മല്ലിയില, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ബോളായിട്ടോ ഓവൽ ഷേപ്പായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതാ ചൂടായ ഓയിലിലേക്ക് ഓരോ ബോൾ എടുക്കുക, ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ആണല്ലോ, അതുകൊണ്ട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഒരുപാട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇത് ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ അല്ലേ, അതുകൊണ്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ്. കുറച്ച് നേരം ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കോമ്പിനേഷനായിട്ട് ഉള്ളി ചട്നിയും ചെയ്യാം, അതുപോലെ തന്നെ സോസൊക്കെ ടൊമാറ്റോ സോസും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതുപോലെ ചൂടായിട്ട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.